ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 10-ാം തിരുവചനം പറയുന്നത്, കള്ളൻ വന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിക്കുവാനുമാണ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്നാണ്. കള്ളൻ വന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈ വാക്കിൽ നമുക്ക് മനസ്സിലാവുന്നത്, ജീവനുണ്ടാകണം, അത് സമൃദ്ധമായി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ജീവനുണ്ടായാൽ പോരാ, സമൃദ്ധമായ ജീവനുണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കെല്ലാം ജീവനുണ്ട്. ജീവനുള്ള വസ്തുക്കൾ എന്തു ചെയ്യുന്നു നമ്മൾക്കറിയാം. ആഹാരം കഴിക്കുന്നതാണ്, ഉറങ്ങുന്നതാണ്, ചിലതെല്ലാം സഞ്ചരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മളും ചെയ്യുന്നുണ്ട്, മനുഷ്യരും ചെയ്യുന്നുണ്ട്. എങ്കിലും കർത്താവ് എന്തുകൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന് പറയുവാൻ കാരണം? അപ്പോൾ ജീവനുണ്ടായാൽ പോരാ, സമൃദ്ധമായ ഒരു ജീവനുണ്ടാകണം. ജീവനുണ്ടായാൽ പോരാ, സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം. ഈ സമൃദ്ധമായ ജീവൻ ദൈവിക ജീവനാണ്. ആദ്യം പറഞ്ഞ ജീവൻ, അല്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കുന്നു, ഞാൻ സഞ്ചരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഇതെല്ലാം മാനുഷിക ജീവനാണ്. മാനുഷിക ജീവനിൽ നിന്ന് ദൈവിക ജീവനിലേക്ക് നമ്മൾ എത്തപ്പെടണമെന്ന് കർത്താവായ യേശു തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവിക ജീവൻ എന്നിൽ നിറയുമ്പോഴാണ് ദൈവികമായ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനും ദൈവത്തെ പോലെ ചിന്തിക്കുവാനും കാണുവാനും കേൾക്കുവാനും കഴിയുന്നത്. നമ്മൾക്കറിയാം, നമ്മളിലേക്കെല്ലാം സാധാരണ പാപം കടന്നു വരുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അത് കേൾവിയിലൂടെ, കാഴ്ചയിലൂടെ, സംസാരത്തിലൂടെ, സ്പർശനത്തിലൂടെ, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന പാപത്തിൻ്റെ പാപ സ്വഭാവങ്ങൾ എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ജീവൻ ചെറുതായി 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 കുറഞ്ഞു പോവുകയാണ് എന്ന് പറയുവാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാ നിക്ഷേപിച്ചത് വിശുദ്ധമായ മാമോദീസയിലൂടെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഞാൻ ഉജ്ജ്വലിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, അത് ഊതിക്കത്തിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ്ലീഹ അതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമെന്നുള്ളത്. ഈ ഉജ്ജ്വലിപ്പിക്കണമെങ്കിൽ ഞാൻ പാപത്തിൻ്റെ തലത്തിൽ നിന്ന് വിശുദ്ധിയുടെ തലത്തിലേക്കൊന്ന് മാറണം. പാപത്തിൻ്റെ തലത്തിൽ നിന്ന് വിശുദ്ധിയുടെ തലത്തിലേക്ക് മാറണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ ഒരു മനുഷ്യന് സാധാരണ കഴിയാറില്ല. എല്ലാ പാപങ്ങളും കടന്നു വരുന്നത് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ 24 മണിക്കൂറും അല്ലെങ്കിൽ 23 മണിക്കൂറും പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ഈ ലോകത്തിൻ്റെ അവസ്ഥകളിലേക്ക്, ഈ ലോകത്തിന് വേണ്ടി തുറന്നു വിട്ടു കഴിഞ്ഞാൽ, അതിനിപ്പോൾ ഒരുപാട് മാധ്യമങ്ങളുണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു വിടുവാൻ വേണ്ടി. കാണുവാൻ ഒരുപാട് വസ്തുക്കളുണ്ട്, കേൾക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം വേണ്ടി പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. അല്ലെങ്കിൽ ചില വ്യക്തികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയില്ല, പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരങ്ങൾ കടന്നു വരികയാണെന്നാണ്. എന്തുകൊണ്ടാണ് ഈ പല വിചാരം കടന്നു വരിക? ഞാൻ പറഞ്ഞുവല്ലോ, 23 മണിക്കൂർ ഞാൻ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ എനിക്ക് അടുത്ത 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ പറ്റില്ല. അപ്പോൾ നിയന്ത്രണ വിധേയമല്ലാത്ത പഞ്ചേന്ദ്രിയങ്ങളുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സംഭവിക്കുന്നത്, അതുവരെ എന്നിൽ കടന്നുകൂടിയിട്ടുള്ള സകല കാര്യങ്ങളും സകല സംഭവങ്ങളും ഈ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയത്ത് എന്നെ സ്വാധീനിക്കുകയും അതിൽ എന്നിൽ കടന്നു വരികയും ചെയ്യും. അപ്പോഴാണ് ആൾക്കാർ പറയുക, എന്താണെന്നറിയില്ല, പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരങ്ങൾ കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം നിനക്ക് തന്ന കൃപ നീ ഉപയോഗിച്ചാൽ, ഇനി നിനക്ക് ദൈവത്തിൻ്റെ കൃപ ഉപയോഗിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ
നീ ഒന്ന് സമ്മതിക്കണം, കർത്താവെ എനിക്കിതിന് പറ്റുന്നില്ല കർത്താവെ, പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല കർത്താവെ, നീ എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. നമുക്ക് സ്വന്തമായി പാപങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്, സ്വന്തമായി ഒരു മനുഷ്യനും പാപങ്ങളെ നിയന്ത്രിക്കുവാൻ പറ്റില്ല. കുറച്ചു കാലത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റും, ഒരാഴ്ചയോ 2 ആഴ്ചയോ എല്ലാം ചിലപ്പോൾ അത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്ന് തോന്നിയേക്കാം. പക്ഷെ വീണ്ടും നമ്മൾ അതേ പാപത്തിൻ്റെ അടിമകളായി മാറുകയാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് അതിനെ നിയന്ത്രിക്കുവാൻ പറ്റില്ല, എന്നാൽ ദൈവത്തിൻ്റെ കൃപ അതിനാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയണം, എൻ്റെ കർത്താവേ, നീ എന്നിലേക്ക് നിൻ്റെ കൃപ ഒഴുക്കി ഈ പാപങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി തരണമേ. എനിക്ക് പറ്റുന്നില്ല കർത്താവേ. നമ്മൾ സറണ്ടർ ആവുക. പറ്റുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് ഞാൻ എപ്പോൾ എത്തുന്നുവോ, ഇത് അതരം കൊണ്ട് പറഞ്ഞാൽ പോരാ, മറിച്ച് ആ ബോധ്യത്തിലേക്ക് എപ്പോൾ എത്തുന്നുവോ അപ്പോൾ ദൈവം തമ്പുരാൻ സഹായകനായ ആത്മാവിനെ അയച്ച് നമ്മളെ ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന ബോധ്യത്തിലേക്ക് ഞാൻ എത്തേണ്ടിയിരിക്കുന്നു. ആദ്യം ഓർക്കേണ്ടത് ജീവൻ സമൃദ്ധമാക്കേണ്ടത് എങ്ങനെ എന്നാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക. എന്നാൽ നീ ദൈവത്തിലേക്ക് അടുക്കുന്ന ഓരോ നിമിഷവും അന്ധകാരശക്തി പലപ്പോഴും നിന്നെ പുറകോട്ട് പിടിച്ച് വലിക്കാറുണ്ട്. നീ എന്ന് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജീവൻ ഉണ്ടായാൽ പോരാ, മറിച്ച് സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം. കാരണം എൻ്റെ ദൈവം അതാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകുവാൻ ഞാൻ വന്ന് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം. ഈ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുക. ഈ ലോകത്തിലേക്ക് ഞാൻ ജനിച്ച് വളർന്ന് വന്നിട്ട് ഞാൻ വെറുതെ മരിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ബസ് ഇറങ്ങിയപ്പോൾ ചെറിയ ഒരു അങ്ങാടിയാണ്. ഈ അങ്ങാടിയിൽ ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണു മരിച്ചു. ഞാൻ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തെ എടുത്തു മാറ്റി. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, സുഹൃത്തെ, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്? നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് വളരെ രസകരമായൊരു മറുപടി പറഞ്ഞു. അച്ഛാ, അദ്ദേഹം ശ്വാസം വിടാൻ മറന്നുപോയതാണ്. എനിക്കാദ്യം അത് വളരെ രസകരമായി തോന്നി. അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, ശ്വാസം വിടാൻ മറന്നുപോയതാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തു നോക്കിയേ, നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് വിട്ട ശ്വാസം ഉള്ളിലേക്ക് വലിക്കുവാനോ ഉള്ളിലേക്ക് വലിച്ചെടുത്ത ശ്വാസം പുറത്തേക്ക് വിടുവാനോ മറന്നുപോയാൽ അല്ലെങ്കിൽ നിലച്ചാൽ നമ്മൾ പിന്നെ ഒന്നുമില്ലല്ലോ. ഇത്രയും ദൂരമേ നമ്മൾ തമ്മിലുള്ളൂ. ഈ ഒരു ശ്വാസത്തിൻ്റെ ദൂരമേ ഉള്ളൂ മനുഷ്യന്. അതുകൊണ്ട് ഓർക്കുക, ഒരിക്കൽ പോലും നീ ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെതായി നീ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, നിനക്ക് ജീവനും സമൃദ്ധമായ ജീവനും ഉണ്ടാകുമ്പോൾ നീ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കുറച്ചു കാലങ്ങൾ മാത്രമേ എനിക്ക് ഭൂമിയിലുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. അഹങ്കാരം എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ കുറച്ചു കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മൾക്ക് ശക്തി തരികയാണ്. കുറച്ചു കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മൾക്ക് ശക്തി തരികയാണ്. എനിക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ കുറച്ചു കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്ന് ചിന്തിക്കാം. ചിന്തിക്കുന്നത് തെറ്റല്ല, പക്ഷെ പലപ്പോഴും നടക്കണമെന്നില്ല. എന്നാൽ ഈ ജീവനിൽ നിന്ന് സമൃദ്ധമായ ജീവനിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, എന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ സമൃദ്ധമായ ജീവൻ ഉണ്ടാവുകയാണ് എനിക്ക്. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്ന സഹായകനാണല്ലോ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അതൊന്നും തെറ്റല്ല. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവേ ഈ മല കയറ്റണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗം അതാണ്, കർത്താവേ ഈ മല എന്നെ കയറ്റണമേ, മല കയറ്റണമേ, മല കയറ്റണമേ എന്ന് പറഞ്ഞാൽ ഒരു ദൈവദൂതൻ വന്ന് എന്നെ താങ്ങിയെടുത്ത് മലയുടെ മുകളിൽ എത്തിക്കണമേ എന്നാണോ നിൻ്റെ പ്രാർത്ഥന? മറിച്ച് കർത്താവേ ഈ മല കയറുവാനുള്ള ശക്തി തരണമേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് ദൈവം കാലുകളെ തന്നിട്ടുണ്ട്, എനിക്ക് ദൈവം ശരീരം തന്നിട്ടുണ്ട്,
കരങ്ങളെ തന്നിട്ടുണ്ട്, ഞാൻ വളരെ മനോഹരമായി നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ദൈവം തമ്പുരാനെ നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് അയച്ചിട്ട് ഈ മല കയറുവാനുള്ള ശക്തി തരണമേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാ വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സാധാരണ പരീക്ഷയിൽ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, വളരെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പഠിക്കാതെ നീ വിജയിപ്പിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? കർത്താവെ പഠിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശരിയാണ്. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വന്നിട്ട് പഠിക്കുവാൻ കൃപ തരുമ്പോൾ നീ നല്ലപോലെ പഠിക്കും. ഇപ്പോൾ നിനക്ക് പഠിക്കുവാനുള്ള ജീവനില്ല, അല്ലെങ്കിൽ പഠിക്കുവാനുള്ള ജീവൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. അത് സമൃദ്ധമായി വരണമെങ്കിൽ, ആ തലങ്ങളിലേക്ക് സമൃദ്ധമായി വരണമെങ്കിൽ നീ ഓർക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനോട് സഹായം ചോദിക്കുമ്പോൾ, നീ നല്ലപോലെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി നീ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നീ ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി കടന്നു വരികയും നിനക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാവുകയും ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഇതാണ് അവസ്ഥ. ഒരു മനുഷ്യൻ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്. രോഗങ്ങൾക്ക് പലപ്പോഴും അടിപ്പെടാറുണ്ട്. പക്ഷെ ഓർക്കുക, ദൈവം നിന്നെ ശക്തനാക്കി നിർത്തുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പ്രതിബന്ധങ്ങളെ, തടസ്സങ്ങളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ എല്ലാം അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യപ്പെടണം. നിനക്ക് ജീവൻ ഉണ്ടായാൽ മാത്രം പോരാ, അത് സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം. ഈ സമൃദ്ധമായ ജീവൻ എന്നിൽ കടന്നു വരുന്ന ഓരോ സമയവും അത് നിലനിർത്തുവാനുള്ള ശ്രമം കൂടി ഞാൻ നടത്തണം. മിക്കവാറും നമ്മൾക്ക് പറ്റാറുള്ള ഒരു വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ മുൻപോട്ട് പോകുമ്പോഴെല്ലാം അതിനെ എങ്ങനെ വളർത്തണമെന്ന് ചിന്തിക്കാറില്ല. എന്നാൽ ഏകദേശം നമ്മളുടെ ഒരു ചിന്താഗതി ഇനി വലിയ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കൊള്ളുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതല്ല ശരി. മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആഴത്തിലിറങ്ങി മുത്തു വരണമെങ്കിൽ നീ ആഴമൊന്ന് മനസ്സിലാക്കണം. ആദ്യം ആഴമൊന്ന് മനസ്സിലാക്കുവാൻ നീ ആഴത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങുവാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ ഓർക്കുക, ദൈവം തമ്പുരാൻ നിന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയത് നിനക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനാണ്. അതുകൊണ്ട് തന്നെ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി നീ കൂടെ പരിശ്രമിച്ചേ പറ്റൂ. പലപ്പോഴും എനിക്ക് സമൃദ്ധമായ ജീവൻ തരണമേ എന്ന് പറഞ്ഞിരിക്കലല്ല, മറിച്ച് നീ വചനത്തിലേക്ക് നിറക്കണം. അപ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാവുന്നത്, വചനം നിനക്ക് അനിവാര്യമാണ്. വചനം നിൻ്റെ കയ്യിലുണ്ട്, വചനം നിൻ്റെ അതരത്തിലുണ്ടാകണം, വചനം നിൻ്റെ ഹൃദയത്തിലുണ്ടാകണം, വചനം നിൻ്റെ ബുദ്ധിയിലുണ്ടാകണം. നീ ഓർക്കണം, അതിൽ നീ വചനം പഠിക്കുവാൻ തയ്യാറാകണം. വചനം പഠിക്കുമ്പോഴാണ് നിനക്ക് മനസ്സിലാവുക എങ്ങനെയാണ് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുക എന്ന്. 1-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം കർത്താവ് പറയുന്നത്, ആറ്റരിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയും ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കുമെന്നാണ്. ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ വേരുകളെല്ലാം കൃത്യമായി ജലത്തിലേക്കായിരിക്കും. അതിൻ്റെ വേരുകളെല്ലാം ജലത്തിലേക്ക് പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ജലത്തോട് ചേർന്ന മണ്ണിലേക്ക്, നല്ല എക്കൽ മണ്ണിലേക്ക് പോകുന്നതുകൊണ്ട് ഈ വൃക്ഷം തളിർത്തിരിക്കുകയാണ് എപ്പോഴും. അത് എല്ലാ കാലങ്ങളിലും ഒരുപാട് തളിർത്ത് ഫലമുണ്ടാകും. കാരണം അതിന് യഥേഷ്ടമായ ജലം ലഭിക്കുന്നു, യഥേഷ്ടമായ വളം ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജലം എന്ന് പറയുന്നത് പലപ്പോഴും വചനമാണ്. നീ വചനത്തിൻ്റെ ആഴത്തിലേക്ക് വേരുകൾ നിറക്കുവാൻ ശ്രമിച്ചാൽ അവിടെ നിനക്ക് കൂടുകൂട്ടുവാനുള്ള ഒരു കൃപ ദൈവം നിനക്ക് തരുമ്പോൾ നീ അതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോയാൽ ഒരു കാര്യം മനസ്സിലാകുക, നീ വളർന്നു പന്തലിച്ച് ഒരു മഹാമേരുവായി മാറുകയാണ്. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ വൃക്ഷത്തിലേക്ക് കൂടുകൂട്ടുവാൻ വേണ്ടി, ഈ വൃക്ഷത്തിൻ്റെ തണലിലേക്ക് ചേർന്നിരിക്കുവാൻ വേണ്ടി അനേക പക്ഷികളും അനേക മൃഗങ്ങളും കടന്നു വരിക സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞാൽ നീ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്ന സമയത്ത് നിന്നിലേക്ക് അനേകം പേർ വന്നു ചേർന്നുവാനിടയാകും. കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി, അനുഗ്രഹം നിൻ്റെ പക്കൽ ഉണ്ടെന്ന്, നീ ദൈവത്തിൻ്റെ പൈതലാണെന്നും നീ ദൈവത്തിൻ്റെതായി മാറിയിട്ടുണ്ടെന്നും സമൃദ്ധമായ ജീവന് വേണ്ടി ആഗ്രഹിക്കുന്നെന്ന് മനസ്സിലാകുമ്പോൾ ഈ ജീവൻ ഒരു പോസിറ്റീവ് എനർജി നിന്നിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിൻ്റെ അടുക്കിലേക്ക്
അനേക വ്യക്തികൾ കടന്നു വരികയാണ്. ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് വരുന്ന ഓരോ സമയവും എന്നിൽ ജീവൻ്റെ തുടിപ്പുകൾ പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കും. നമ്മൾക്കറിയാമല്ലോ, സാധാരണ മഴക്കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴക്കാലത്തിൻ്റെ സമയത്തെല്ലാം വൃക്ഷങ്ങൾ ഒരുപാട് തളിർത്തു വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം, അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ വൃക്ഷങ്ങളെല്ലാം തളിർത്ത് ആകാശത്തിലേക്ക് ഉയരുകയാണ്. എന്നാൽ ഞാൻ ഓർക്കേണ്ടത്, എനിക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നല്ല ജീവനാക്കി മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നൊരു സംഭവം, പ്രിയപ്പെട്ടവരെ, ദൈവിക ജീവൻ നിറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പഠിപ്പിച്ചു തരും. ഞാൻ ഓർക്കുന്നൊരു സംഭവം ഇതാണ്. ഒരു ദിവസം വൈകിട്ട് നടക്കുവാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അല്പം നല്ല വെയിലുള്ള സ്ഥലമാണ്. എന്നാൽ ഒരു തോട്ടത്തിലൂടെ പോകാമെന്ന് വിചാരിച്ച് വെയിൽ കുറഞ്ഞ തോട്ടത്തിലൂടെ ഞാൻ സഞ്ചരിച്ച് മുൻപോട്ട് പോവുകയാണ്. കുറേ ദൂരം മുൻപോട്ട് പോയപ്പോൾ അല്പം വെയിലുള്ള സ്ഥലത്തൂടെ അങ്ങനെ മുൻപോട്ട് കടന്നു പോകേണ്ടി വന്നു. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ചെടികളെല്ലാം ഈ വെയിലേറ്റിട്ട് വാടി നിൽക്കുകയാണ്. ഒരുപാട് ചെടികൾ വെയിലേറ്റ് വാടി നിൽക്കുകയാണ്. എന്നാൽ തൊട്ടടുത്തേക്ക് നോക്കിയപ്പോൾ 4-5 ചെടികൾ, ഒരുപാട് വലിപ്പമൊന്നുമില്ലെങ്കിലും 4-5 ചെടികൾ മനോഹരമായി പൂത്തു നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ ആ ചെടികളൊന്ന് ശ്രദ്ധിക്കുക. മനോഹരമായി നല്ല മഞ്ഞപ്പൂ ഉൾക്കൊള്ളുന്ന ഈ ചെടികൾ മനോഹരമായി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നോട് എന്തോ സംസാരിക്കുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ദൈവം എന്നോട് എന്തോ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വലിയൊരു സംഭവം ഇങ്ങനെയായിരുന്നു. കർത്താവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നിയ ഒരു വലിയ സംഭവം ഇങ്ങനെയായിരുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, മറ്റു ചെടികൾ ഉണങ്ങി കരിഞ്ഞുപോയ സാഹചര്യങ്ങൾ, അതായത് അല്പം പോലും ജലമില്ലാത്ത സാഹചര്യങ്ങളിൽ ഈ ചെടികൾ വളരെ മനോഹരമായി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി, പലപ്പോഴും നമ്മളെല്ലാം ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നമ്മൾക്കൊരു ചെറിയ പനി വന്നാൽ, ഒരു ചെറിയ തലവേദന വന്നാൽ, ഒരു ചെറിയ കാലിന് വേദന വന്നാൽ നമ്മൾ പ്രാർത്ഥന മാറ്റിവെക്കുന്നവരാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ മനോഹരമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ചെടികളെപ്പോലെ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും ഞാൻ മനോഹരമായി പൂത്തുലയേണ്ടതല്ലേ? മനോഹരമായി പ്രാർത്ഥിക്കേണ്ടതല്ലേ? എന്നാൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ഓരോ സമയങ്ങളിലും, അല്ലെങ്കിൽ എനിക്കിന്ന് സുഖമില്ല, ഇന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തിന് സമൃദ്ധമായ ജീവൻ തരുവാൻ കഴിയില്ല. അപ്പോഴെല്ലാം എന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജീവൻ, നിക്ഷേപിച്ച ജീവൻ സൂക്ഷിച്ച് പോവുകയാണ്. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഏതു പ്രതികൂലങ്ങളിലും ഏതു പ്രതിസന്ധികളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനെന്ന് കർത്താവ് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ദാവീദാണ്. ഓർക്കണം, എല്ലാ പ്രശ്നങ്ങളിലും, എല്ലാ പ്രതിബന്ധങ്ങളിലും, എല്ലാ തെറ്റുകളിലും, നല്ലതും മോശമായ അവസ്ഥയിലെല്ലാം ദാവീദ് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോടൊപ്പം ചലിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും നീതി പുലർത്തിക്കൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു എന്ന് ചുരുക്കം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ വസ്തുത അതാണ്. നീ നിൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടേ ഓരോ കാര്യവും ചെയ്യാവൂ. കാരണം നിൻ്റെ ദൈവം നിൻ്റെ പിതാവാണ്, നിൻ്റെ അപ്പനാണ്. അപ്പനോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല ശക്തി ഉള്ളതുകൊണ്ട് എനിക്ക് നേരെ ടൗണിലേക്കൊന്ന് പോകാം, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്ത് പോകാനുള്ള ദൂരം കുറച്ച് ദൂരമേ ഉള്ളൂ, എനിക്ക് പോകാം. എങ്കിൽ ഞാൻ ചെയ്യേണ്ട വസ്തുത, എൻ്റെ അപ്പ അല്ലെങ്കിൽ ദൈവമേ, നമുക്കൊന്നിച്ചൊന്ന് യാത്ര പോയാലോ, നമുക്കൊന്നിച്ച് ടൗൺ വരെ ഒന്ന് പോയാലോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ, അപ്പനോട് നീ ചേർന്ന് നിന്ന് വിശ്വസ്തതയിൽ ഓരോ കാര്യം ചോദിക്കുമ്പോൾ അപ്പൻ നിന്നെ മനോഹരമായി നിന്നെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. നിൻ്റെ ദൈവം മനോഹരമായി കൊണ്ടുപോകുന്ന ഓരോ സമയങ്ങളിലും ദൈവത്തിന് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. ആ പോകുന്ന യാത്രയിൽ ദൈവം തമ്പുരാൻ ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞു തരും, വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്നിട്ട് നിൻ്റെ ജീവൻ സമൃദ്ധമാക്കി ആ ദൈവം മാറ്റിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ തലം അത്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, നിനക്ക് സമൃദ്ധമായി ജീവൻ കിട്ടുന്ന ഓരോ സമയങ്ങളിലും
സമൃദ്ധമായി ജീവൻ വരുന്ന ഓരോ സമയങ്ങളിലും നീ മറ്റുള്ളവനിലേക്ക് നോക്കുവാൻ തുടങ്ങും. അതുവരെ നീ നിന്നിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. നിൻ്റെ കുറവുകളെ മാത്രം നീ കണ്ടുകൊണ്ടേയിരിക്കും. അബ്രാഹാം പിതാവിൻ്റെ അടുക്കലേക്ക് ദൈവദൂതൻ വന്നിട്ട് അബ്രാഹാം പിതാവിനെ നോക്കിയപ്പോൾ അബ്രാഹാം പിതാവ് കൂടാരത്തിനോട് ചേർന്ന് വെളിയിലിരിക്കുകയാണ്. ദൈവദൂതൻ അബ്രാഹാമിനെ പുറത്തേക്ക് വിളിച്ചു. കാരണം ദൈവത്തിനറിയാം അബ്രാഹാമിന് മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മക്കളെ കിട്ടാതായപ്പോൾ കൂടാരത്തിൻ്റെ ഉള്ളിലോ അതിന് ചേർന്നോ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് അതിനെക്കുറിച്ച് മാത്രം അബ്രാഹാം പിതാവ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പോഴെല്ലാം അവൻ്റെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകളെ വരൂ, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ വരൂ. അപ്പോൾ അബ്രാഹാം പിതാവ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, എനിക്ക് ഇത്രയും പ്രായമായി, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല, വളരെ കുറവാണ്, ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അവസാനം ഉണ്ടാകില്ല എന്ന് തന്നെ ഒരു നെഗറ്റീവ് ചിന്ത വരികയാണ്. ഈ സമയത്താണ് ദൈവം തമ്പുരാൻ മാലാഖയെ അല്ലെങ്കിൽ ദൂതനെ അബ്രാഹാം പിതാവിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നത്. അബ്രാഹാം പിതാവിനോട് മാലാഖ പറഞ്ഞു, അല്ലെങ്കിൽ ദൂതൻ പറഞ്ഞു, നീ പുറത്തേക്ക് വരിക. അങ്ങനെ ദൂതനെ കണ്ട് താണു വണങ്ങി സ്വീകരിച്ച ഈ അബ്രാഹാം പിതാവിനെ ദൂതൻ കൊണ്ടുപോകുന്നത് ഒരു വെളിമ്പ്രദേശത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ കൂടാരത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി മനോഹരമായി പൂത്തുലർന്നു നിൽക്കുന്ന ആകാശത്തിലേക്ക് നോക്കുവാൻ പറയുകയാണ്. ആകാശം നോക്കിയപ്പോൾ വളരെ മനോഹരമായി പൂത്തുലർന്നു നിൽക്കുകയാണ്. രാത്രിയാണ് സമയം. പ്രിയപ്പെട്ടവർ ഓർക്കുക, അബ്രാഹാം പിതാവിനോട് ദൂതൻ പറഞ്ഞു, നീ നക്ഷത്രങ്ങൾ എണ്ണി നോക്കുവാൻ പറഞ്ഞു. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയില്ലെന്ന് ഈ ദൂതനും അറിയാം, അബ്രാഹാം പിതാവിനും അറിയാം. നമ്മൾക്കറിയില്ലേ, നക്ഷത്രങ്ങളെ എണ്ണിയാൽ തീരില്ലല്ലോ. അബ്രാഹാം പിതാവ് എണ്ണിയിട്ടുണ്ടാകാം, ഒരുപക്ഷെ 1 2 3 4 5 6 7 8 9 10 കുറേ എണ്ണിയിട്ട് പറയാം കർത്താവേ, കഴിയുന്നില്ല, എനിക്ക് നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുന്നില്ല. അപ്പോൾ ദൂതൻ കൊടുത്ത ഒരു സംഭവം ഇതാണ്, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നതാണ്. ഈ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. പ്രിയപ്പെട്ടവരെ, ഒരു നെഗറ്റീവിൽ നിന്ന് നേരെ വിളിച്ചു കൊണ്ടുപോയി പോസിറ്റീവിലേക്ക് എത്തിക്കുവാൻ, അതായത് ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ചെറിയ ജീവനുള്ള അവസ്ഥയിൽ നിന്ന് സമൃദ്ധമായ ജീവനിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞാൻ നിനക്ക് സമൃദ്ധമായി മക്കളെ തരും, നക്ഷത്രങ്ങളെ പോലെ, എണ്ണാൻ പറ്റാത്ത അത്ര നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരുമെന്ന് പറയുമ്പോൾ എന്നിലേക്ക് നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഈ പോസിറ്റീവ് എനർജി കൊണ്ടിട്ടാണ് അതിനുശേഷമുള്ള അബ്രാഹാം പിതാവിൻ്റെ ഓരോ യാത്രയും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ രണ്ടാമതായി ഇതാണ്, എനിക്ക് ജീവൻ ഉണ്ടാകുമ്പോൾ, സമൃദ്ധമായ ജീവൻ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയാണ്. ഈ പോസിറ്റീവ് എനർജി എന്നിലുണ്ടാകുമ്പോൾ ഞാൻ പിന്നെ എവിടെയും ഒതുങ്ങി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അതുവരെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്നാൽ പിന്നെ ആ സോണിൽ ഞാൻ പുറത്ത് കിടക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു സാധാരണ മനുഷ്യർ, അവനൊരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് അവൻ പുറത്തേക്ക് പോകാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ, ജീവൻ കിട്ടിക്കഴിയുമ്പോൾ, സമൃദ്ധമായ ജീവൻ കിട്ടിക്കഴിയുമ്പോൾ അവൻ നേരെ പുറത്തേക്ക് പോവുകയാണ്. കാരണം ഈ സമൂഹത്തിലെ, ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുവാൻ അവന് കൃപ ലഭിക്കുകയാണ്. സകല ജീവജാലങ്ങളെയും കാണുവാൻ കൃപ ലഭിക്കുകയാണ്. കാണുവാൻ എന്ന് പറഞ്ഞാൽ അതുവരെ കണ്ടതുപോലെയല്ല, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടായി പുതിയ തലങ്ങളിൽ, പുതിയ രൂപങ്ങളിൽ, പുതിയ ഭാവങ്ങളിൽ ദൈവം കാണുന്നത് പോലെ, ഞാൻ ആദ്യം പറഞ്ഞതാണ്, ദൈവം കാണുന്ന പോലെ കാണുവാൻ, ദൈവം കേൾക്കുന്ന പോലെ കേൾക്കുവാൻ, ദൈവം സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാൻ, ദൈവം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുവാൻ എനിക്ക് സമൃദ്ധമായ ജീവൻ കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, കള്ളൻ വന്ന് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിക്കുവാനുമാണ്. യേശു പറഞ്ഞു, അവൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. ഈ ജീവനും ജീവൻ്റെ സമൃദ്ധിയും എന്നിൽ നിറയുമ്പോൾ പിന്നെ ഞാൻ ദൈവത്തിൻ്റെതായി മാറുകയാണ്. പിന്നെ ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ലോകത്തിലെ സകല ജീവജാലങ്ങളെയും കാണുമ്പോൾ, ലോകത്തിലുള്ള മനുഷ്യനെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് ഞാൻ. എന്നിൽ നിറഞ്ഞ ആ സ്നേഹത്തിൻ്റെ, ആ ദൈവിക ജീവൻ ഞാൻ അവർക്കൂടെ പങ്കുവയ്ക്കുകയാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, 10 ബക്കറ്റ് വെള്ളം കോരുന്ന ഒരു കിണറ്റിൽ നിന്ന് മാത്രമേ 1 ബക്കറ്റ് വെള്ളം കോരാൻ പറ്റൂ,
അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളമുള്ള ഒരു കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരുവാൻ കഴിയില്ല. അപ്പോൾ എന്നിൽ ജീവൻ ഉണ്ടെങ്കിലും സമൃദ്ധമായ ജീവൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ജീവനുണ്ടോ സമൃദ്ധമായ ജീവൻ, എന്നിൽ സമൃദ്ധമായ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീവൻ എനിക്ക് മറ്റുള്ളവർ കൊടുക്കുവാൻ കഴിയൂ. അതായത് ഈ സ്നേഹം എനിക്ക് മറ്റുള്ളവർ കൊടുക്കുവാൻ കഴിയൂ. ആദ്യം എന്നിൽ ഇത് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുവാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്നെ പുറത്തേക്ക് ദൈവം തമ്പുരാൻ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് ദൈവത്തിൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ഒരു വിതരണക്കാരനാക്കി മാറ്റുകയാണ്. ഇതാണ് പ്രിയപ്പെട്ട ഒരു സുവിശേഷം. ഇതാണ് നമ്മൾക്ക് വേണ്ടത്. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓർക്കുക, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എനിക്ക് ജീവൻ ഉണ്ടാകണം, അത് സമൃദ്ധമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പിതാവാൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ട് അംഗീകരിച്ച് പാപങ്ങളിൽ നിന്നൊരു വിടുതൽ നേടി ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കൃപയും ശക്തിയും കൊണ്ട് നിറഞ്ഞ് മുൻപോട്ട് പോകുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ശക്തി പ്രിയപ്പെട്ടവർ നിങ്ങളുണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്മയോടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവേ, അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. കർത്താവേ, എന്ന് പറഞ്ഞുവല്ലോ, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനും. കർത്താവേ, ഞങ്ങൾക്ക് ജീവൻ ഉണ്ടായാൽ പോരാ, സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം. കർത്താവെ, അതിനുവേണ്ടി ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്മയോടെ താഴ്ത്തി ഏൽപ്പിക്കും. കർത്താവെ, രക്തത്താൽ ഞങ്ങൾ പൊതിയണം, പരിശുദ്ധാത്മ നിറയ്ക്കണം. അമ്മ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം. സകല വിശുദ്ധരമാലാഹരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വഴി അപേക്ഷിച്ച് കൃപയുടെ കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനാൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.